നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ നാളികേര കർഷകർ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വെളിച്ചെണ്ണ വില ഉയരുമ്പോഴും കർഷകർക്ക് അതിന് ഗുണം ലഭിക്കുന്നില്ല. വിപണിയിൽ കൊപ്രാക്ഷാമം നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് ലോബിയുടെ ഇടപെടൽ മൂലമാണ് കൊപ്രാക്ഷാമം ഉണ്ടാകുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മുതൽ വന്യജീവി ആക്രമണങ്ങൾ വരെ നിരവധി വിഷയങ്ങളാണ് കേരളത്തിലെ നാളികേര കർഷകരെ അലട്ടുന്നത്. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം മുൻ കൃഷി മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കേരള കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി മണിമല, കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അലക്സ് ഒഴികയിൽ എന്നിവർ. ആദ്യം ശ്രീ അലക്സ് ഒഴികയിൽ, നാളികേര കർഷകർ നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? കേൾക്കാം. നമ്മള് അതായത് മാങ്ങ പഴുത്തപ്പോ കാക്കിക്ക് വായിൽ പുണ്ണെന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് കേരളത്തിലെ നാളികേര കർഷകർ. ഇത്രയും കാലം കേരളത്തിലെ നാളികേര കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലത്തകർച്ചയായിരുന്നു. കാരണം ഒരു കിലോയ്ക്ക് 30 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ, 20-25 രൂപയ്ക്കൊക്കെ കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ തേങ്ങ വിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് റീറ്റെയിൽ നമ്മൾ പച്ചത്തേങ്ങ ഒരു കിലോ കൊടുത്ത് 62 രൂപ 62 രൂപയ്ക്കാണ് ഇന്ന് കേരളത്തിലെ കച്ചവടക്കാർ തേങ്ങ എടുക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ല വിലയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കർഷകന്റെ കയ്യിൽ ചരക്കില്ല, തേങ്ങയില്ല. ഇപ്പൊ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് എന്റെ പഞ്ചായത്തായ കൂരാച്ചുണ്ട്, ചെക്കിട്ടപ്പാറ, കുറ്റ്യാടി മേഖലയൊക്കെ. എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ മേഖലയിൽ നാളികേര ഉൽപ്പാദനം ഓൾമോസ്റ്റ് 1/4 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ എടുത്താൽ എനിക്ക് 50 തെങ്ങുണ്ട്. ഞാൻ 1.5 വർഷമായി തേങ്ങ പറിച്ചിട്ട്. അതായത് കുരങ്ങ് ശല്യം മൂലം, ഒരു കുരങ്ങ് ശല്യം, മലയണ്ണാൻ ശല്യം മൂലം തേങ്ങ ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. 1/4 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ഏകദേശം മലയോര മേഖലയിലെ മുഴുവൻ കർഷകരും. കാരണം മലയോര മേഖലയിലാണ് കാര്യമായിട്ട് തെങ്ങ് കൃഷി ഉള്ളത്. അപ്പൊ ഉൽപാദനം കുറഞ്ഞു, വിലയുണ്ട്, ഉൽപാദനം കുറഞ്ഞു. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പൊ തേങ്ങ കയറ്റി പോകുന്നത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് തമിഴ്നാട്ടിലെ കാങ്കയത്തേക്ക് പോകുന്നു, അതുപോലെ കർണാടകയിലെ തിപ്തൂരിലേക്ക് പോകുന്നു. തമിഴ്നാടും കർണാടകയും ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കേരളത്തോട് ഓൾമോസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അത്ര ഇല്ലെങ്കിലും ഏകദേശം നമ്മുടെ ഒരു 70-80% ഉൽപാദനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ വില ഉൽപാദനം ഉള്ള സമയത്ത് തമിഴ്നാട് ലോബിയും കർണാടക ലോബിയും ചേർന്ന് വില ഇടിച്ചു നിർത്തുന്നു. എന്നാൽ കേരളത്തിലെ തേങ്ങ എടുത്ത് അവർ കാങ്കയത്തേക്കും തിപ്പൂരും കൊണ്ടുപോയി അവിടെ നിന്ന് മിക്സ് ചെയ്ത് ക്വാളിറ്റി കുറഞ്ഞ തമിഴ്നാട് തേങ്ങയുമായി മിക്സ് ചെയ്തിട്ട് തിരിച്ച് കേരളത്തിലേക്ക് കയറ്റി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും നമ്മുടെ ക്വാളിറ്റി അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ പ്രശ്നം, കച്ചവടക്കാരത് മിക്സ് ചെയ്തിട്ട് കേരളത്തിന്റെ വെളിച്ചെണ്ണയുടെ, കേരളത്തിന്റെ ക്വാളിറ്റിയും കൂടെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, 60 രൂപ എന്ന് പറയുന്നത് നല്ല വിലയാണ്, കർഷകർക്ക് ഒരു പരാതിയില്ല. പക്ഷെ 60 രൂപയുടെ ഗുണം ലഭിക്കാൻ ഉൽപാദനമില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അതിന് ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു ദിവസം ചർച്ചയിൽ പറഞ്ഞാണ്, ബേസിക്കലി വന്യമൃഗ ശല്യം എന്നുള്ള വിഷയം കേരളത്തിലെ കൃഷിയുടെ നടുപൊടിച്ചിരിക്കുകയാണ്. അത് തെങ്ങ് കൃഷി മാത്രമല്ല, എല്ലാ കൃഷിയും, റബ്ബർ പോലും പുതുതായിട്ട് പ്ലാൻ ചെയ്ത് കയറ്റിക്കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എല്ലാ മേഖലയിലും കേരളത്തിലെ കാർഷിക ഉൽപാദനത്തിന്റെ ഒരു 50% കുറവ് വന്നിരിക്കുന്നത് വന്യമൃഗ ശല്യം മൂലമാണ്. അതിനെ ഏത് വിധേനയും നേരിടാനുള്ള അവകാശം കർഷകന് കൊടുക്കാതെ കേരളത്തിലെ കർഷകന്, തെങ്ങ് കർഷകന് മാത്രമല്ല കേരളത്തിലെ ഒരു കർഷകനും മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സജി മണിമല, നിലവിൽ വിപണിയിൽ ഒരു കൊപ്രാക്ഷാമം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഈ കൊപ്രാക്ഷാമം കൃത്രിമമാണോ? ഇത് മില്ലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടോ? കൊപ്രക്ഷാമം കൃത്യമല്ല, അത് യാഥാർത്ഥ്യം. ഇപ്പം അലക്സ് ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഉൽപാദനം വളരെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വില ഉയർന്നത്. യഥാർത്ഥത്തില് കൃഷിക്കാരും, ഞാനിപ്പം കൂരാച്ചന്റെ തൊട്ടിപ്പുറത്തുള്ള കട്ടിപ്പാറയാണ് എൻ്റെ നാട്.
അപ്പം ഈ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊപ്രന്റെ വിലയും തേങ്ങയുടെ വിലയും തമ്മിൽ ശരിക്കും ബന്ധമില്ലാത്ത അവസ്ഥയപ്പോൾ ഉള്ളത്. അപ്പൊ തന്നെ ഈ കൊപ്രന്റെ വിലയും വെളിച്ചെണ്ണയുടെ വിലയും തമ്മിൽ ബന്ധമില്ല. ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് വെളിച്ചെണ്ണയില് അഡൾട്രേഷൻ പോലുള്ള പല വിഷയങ്ങളും, അതായത് ഗുണനിലവാരം കുറഞ്ഞ കൊപ്ര ഉപയോഗിച്ചുള്ള എണ്ണ മാർക്കറ്റിൽ വരാൻ കാരണമാവുന്നത് ഈ വില തമ്മിലുള്ള മാച്ചിങ് ഇല്ലാത്തതാണ്. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷ്യെണ്ണ നിലവിൽ വെളിച്ചെണ്ണ തന്നെയാണ്. ആന്റി ഓക്സിഡന്റ് നിറഞ്ഞ ഒരു ഭക്ഷ്യെണ്ണ വെളിച്ചെണ്ണ അല്ലാതെ വേറൊന്നില്ല. പാം ഓയിൽ ആയിക്കോട്ടെ, സൺഫ്ലവർ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ഉൾപ്പെടെ കട്ടിപ്പാത ആയിക്കോട്ടെ, കൂരാച്ചുണ്ടായിക്കോട്ടെ, ഈ മലയോര ഗ്രാമത്തിൽ പോലും ഏത് കടകൾ വിൽക്കുന്നതാണ് വെളിച്ചെണ്ണ പെട്ടി വിൽക്കുമ്പോൾ 10 പെട്ടി പാം ഓയിലും 5 പെട്ടി സൺഫ്ലവറും വിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ മാർക്കറ്റിൽ വിപണിയിൽ യഥാർത്ഥ വിഷയം നമ്മൾ കാണുന്നില്ല? കാരണം വെളിച്ചെണ്ണയിൽ നിന്ന് ഉപഭോക്താക്കൾ മാറിപ്പോവുകയും വിലക്കുറവ് എന്ന ഒറ്റ വിഷയം കൊണ്ട് മാത്രമാണ് വെളിച്ചെണ്ണ മാറി പാം ഓയിലിലേക്കും സൺഫ്ലവറിലേക്കും പോകുന്നത്. അത് തടയാൻ വെളിച്ചെണ്ണയുടെ എന്തൊക്കെയാണ് തേങ്ങയുടെ ഗുണങ്ങൾ, വെളിച്ചെണ്ണയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, തേങ്ങ അരച്ച കറികൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, വെളിച്ചെണ്ണ പാചകം ചെയ്ത വെളിച്ചെണ്ണ നിരന്തരമായി ഉപയോഗിച്ചാൽ നമുക്കുള്ള ആരോഗ്യത്തിന് ഗുണമേന്മ എന്തൊക്കെ, അതൊന്നും നമ്മൾ കർഷക സംഘടന ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, മറ്റു ഒരു പ്രസ്ഥാനങ്ങളും ഹൈലൈറ്റ് ചെയ്യപ്പെടുകയോ വെളിച്ചെണ്ണയുടെ നാളികേരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ വിദേശികൾ മനസ്സിലാക്കിയതിന്റെ 10-1 പോലും മലയാളികൾ മനസ്സിലാക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ലുള്ളതാണ്. വെളിച്ചെണ്ണയെ പറ്റി വ്യാജമായ കഥകളും വിപണിയിൽ പ്രചരിക്കുമ്പോൾ ആരും അതിനെ എതിർക്കാനില്ല. വെളിച്ചെണ്ണ മില്ലാക്കാൻ എതിർക്കുന്ന പരിധിയുണ്ട്. കാരണം ഞങ്ങളെ ഉൽപ്പന്നത്തെ ഞങ്ങൾ മായം ചേർത്ത് ഞങ്ങൾ അതിനെ ന്യായീകരിക്കാനാണ് വിപണി ഞങ്ങൾ പറയുമ്പോൾ പറയാം. പാരഫിൻ ചേർത്ത് വെളിച്ചെണ്ണ വിപണിയിൽ സജീവമാണെന്ന് പറയുന്നു. പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റാണ്. അതിന്റെ വെളിച്ചെണ്ണ 24 ഡിഗ്രി താഴെ ആകുമ്പോൾ തന്നെ കട്ടയാവും. ലിക്വിഡ് പാരഫിൻ ആണ് വെളിച്ചെണ്ണ ശരിക്കും ലയിക്കുന്ന സാധനം. ആ ലിക്വിഡ് പാരഫിന് -15 ഡിഗ്രി താഴെ എത്തിയെങ്കിൽ മാത്രമേ കട്ടയാവും. ശ്രീ സജി, വിപണിയിൽ ലഭിക്കുന്ന വെളിച്ചെണ്ണയിൽ മായമില്ല എന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? മായമുള്ള വെളിച്ചെണ്ണ 100-ൽ 1 ഉണ്ടെങ്കിലുള്ളൂ. അത് പിടിക്കാൻ നമ്മൾ ഗവൺമെന്റ് സംവിധാനം ഉണ്ടല്ലോ അവിടെ. പക്ഷെ വെളിച്ചെണ്ണയിൽ കട്ടിയാകുന്ന വെളിച്ചെണ്ണ അത് വെളിച്ചെണ്ണയുടെ തന്നെ സ്വഭാവമാണ്. വെളിച്ചെണ്ണയുടെ മീഡിയം ചീഫ് ഫാറ്റി ആസിഡിന്റെ ഏറ്റവും നല്ല സാധനമാണ് വെളിച്ചെണ്ണയുള്ള മീഡിയം ചീഫ് ഫാറ്റി ആസിഡ്. അതിന്റെ പ്രത്യേകതയാണ് ഈ വെളിച്ചെണ്ണ കട്ടയാകുന്നത്. പക്ഷേ അത് കട്ടയാകുന്നത് നമ്മൾ പറയുന്ന പാരഫിനാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് വെളിച്ചെണ്ണ കൂടുതലും മായം കലർന്ന വെളിച്ചെണ്ണയാണ് വിപണിയിൽ എത്തുന്നത് എന്നുള്ളത്. അത് വിപണിയിൽ മറ്റ് ഭക്ഷ്യെണ്ണ ലോബികൾ കളിക്കുന്നോ അറിയാതെ അറിഞ്ഞോ മില്ലുകളോ പരസ്യമായി ഉണ്ടാക്കുന്ന അല്ലെ രഹസ്യമായി ഉണ്ടാക്കുന്ന ഒരു കഥകൾ മാത്രമാണ് അത്. വെളിച്ചെണ്ണയെ കൂടുതൽ പറയുന്നത് റിഫൈൻഡ് ഓയിലാണ്. പിന്നെ വെളിച്ചെണ്ണയെ കൂടുന്ന സാധനം റിഫൈൻഡ് ഓയിലും വെളിച്ചെണ്ണ തന്നെയാണ്. ശരി, ഇപ്പൊ നിലവിലുള്ള ഈ കൊപ്ര ക്ഷാമം മില്ലുകളുടെ പ്രവർത്തനത്തെ ഏതു തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? വെളിച്ചെണ്ണയുടെ വില കൂടിയത് നന്നായി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉപഭോക്താക്കൾ 75% ഞങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അതോടൊപ്പം കൊപ്രക്ഷാമോട് ആകുമ്പോൾ ഞങ്ങൾക്ക് വിപണിയിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കൊപ്രക്ഷാമത്തിന് പിന്നിൽ തമിഴ്നാട് ലോബിയാണോ? അത് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാഫഡിന്റെ കൊപ്ര സംഭരിച്ച മുഴുവൻ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അതെല്ലാം എണ്ണയാക്കി വിപണിയിൽ പോയി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഉൽപാദനം വളരെ കുറഞ്ഞിട്ടുണ്ട്. കർണാടക ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഉൽപാദനം വളരെ കുറഞ്ഞിട്ടുണ്ട്. കർണാടക കൃഷിയും തമിഴ്നാട്ടിൽ കൃഷി വളരെ കാര്യമായി തന്നെ നാളികേര കൃഷി ശ്രദ്ധയില്ലാതെ നശിച്ചിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഒരു മിനിറ്റും കൊടുത്താൽ ലോകവ്യാപകമായി തന്നെ നാളികേര കൃഷി വളരെ നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീലങ്ക പോലും ഇപ്പൊ തേങ്ങ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുക, കിട്ടുന്നില്ല. ഇന്തോനേഷ്യ, മലേഷ്യ പോലെ രാജ്യങ്ങളൊക്കെ തേങ്ങ ഇല്ലാതെ ബുദ്ധിമുട്ടാകുകയാണ്. ശരി, തേങ്ങയുടെ ആവശ്യം കൂടിയിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അലക്സ് ഒഴികയിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വന്യജീവി ശല്യമുണ്ട്, അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. ഇതെല്ലാം തേങ്ങയുടെ ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം എന്താണ്? അതിൽ ഫസ്റ്റ് പോയിന്റ് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞങ്ങൾ കിഫ എന്ന സംഘടന വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു മേഖല തന്നെയാണ്. അതിൽ വന്യമൃഗങ്ങളെ ഏത് മാർഗവും ഉപയോഗിച്ചും തുരുത്താനും അതിനെ പ്രതിരോധിക്കാനുമുള്ള അവകാശം കർഷകന് കൊടുത്തേ പറ്റൂ. ഞാൻ കുരങ്ങ് എന്ന് പറയുന്ന സാധനം, കുരങ്ങ് എന്ന് പറയുന്നത് യാതൊരു എന്താ പറയാ വംശനാശ ഭീഷണി ഇല്ലാത്ത ഒരു സംഗതിയാണ്. അത് പെസ്റ്റ് പോലെ, ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കാക്ക കാണുന്ന പോലെയാണ് കുരങ്ങ്. 50-100 കുരങ്ങുകളുള്ള സംഘങ്ങൾ വന്നിട്ടാണ് നമ്മുടെ തെങ്ങിൽ കയറി തേങ്ങയിട്ട് നമ്മളെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം യാതൊരു എന്താ പറയുക വംശനാശ ഭീഷണി ഇല്ലാത്ത മൃഗങ്ങളാണ് ഈ കുരങ്ങ്, മലയണ്ണാൻ. ഇത് രണ്ടുമാണ് തേങ്ങയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെ
പറമ്പിൽ കയറുന്ന സാധനത്തിനെ ഏതു വിധേന തുരത്താനുള്ള അവകാശം കർഷകന് കൊടുത്തേ പറ്റൂ. അതല്ലാതെ വേറൊരു രക്ഷയുമില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ആന അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വേറെ, അതിന്റെയൊക്കെ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് ഈ കുരങ്ങ്, മലയണ്ണാൻ, മയിലടക്കം. ഇപ്പൊ പാലക്കാട് മേഖലയിലൊക്കെ നമ്മുടെ പറമ്പിൽ കോഴി അഴിച്ചു വിടുന്ന പോലെ മയിലുകൾ നിൽക്കുകയാണ്. ഒരു സാധനം കുഴിച്ചു വെക്കാൻ പറ്റില്ല. ഒരു പച്ചക്കറി പോട്ടെ, ഇപ്പൊ റബ്ബറിന്റെ തൈ പോലും മയിൽ വന്നിട്ട് ഒടിച്ചു കളയുന്നു, വെറുതെ കൊത്തിപ്പറിച്ച് കളയുന്നു. അതുപോലെ കുരങ്ങ് തെങ്ങിന്റെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ കാപ്പിക്കുരു, ഇപ്പൊ നല്ല വിലയുള്ള സമയമാണ് കാപ്പിക്കുരു. വയനാട്ടിൽ ഞങ്ങളുടെയൊക്കെ ഫാർമേഴ്സിന്റെ ഒരു 5 ടണ്ണ് കാപ്പിക്കുരു കിട്ടിക്കൊണ്ടിരുന്ന പറമ്പിൽ നിന്ന് 2-3 ടണ്ണായിട്ട് കുറഞ്ഞിരിക്കുക ഉത്പാദനം. കുരങ്ങ് തന്നെ വെറുതെ പറിച്ച് കളയാ. തിന്നാനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് വെറുതെ രസത്തിന് വന്ന് കുരു പറിച്ച് എറിയാണ്. 50-100 കൂട്ടമുള്ള കുരങ്ങുകൾ. അപ്പൊ എന്തിനാണ് ഈ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിച്ചേ പറ്റൂ. ഇഫ എന്ന സംഘടന ഞങ്ങൾ അതിലാണ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നത്. ഈ വിഷയങ്ങൾ നിങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം, ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കേന്ദ്ര നിയമമാണ്. അപ്പൊ കേന്ദ്രം കേരളം കേന്ദ്രത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് രസിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ശരിക്കും സംസ്ഥാന സർക്കാരിന് കേന്ദ്ര നിയമമാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് ആക്ഷൻ എടുക്കാൻ പറ്റും. കാരണം സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ സെക്ഷൻ 11(2) എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അത് പ്രകാരം നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മൃഗങ്ങളെ നമുക്ക് കൊല്ലുവാൻ ചെയ്യാം, അതിന് കേസെടുക്കില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നിയമത്തിലുള്ള വകുപ്പുകൾ ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി നിലവിലെ സംസ്ഥാന ഭരണത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് പകരം അവര് കേന്ദ്രത്തെ പഴി പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണുള്ളത്. അപ്പൊ ഇതില് വനവൽക്കരണം, അതത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇത് വനവൽക്കരണം, വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഗൂഢ അജണ്ട കേരളത്തിലെ ഭരണകൂടങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ മുഴുവൻ. അപ്പൊ കേരളമൊക്കെ നമ്മുടെ മലയോര മേഖല മുഴുവൻ പശ്ചിമഘട്ടമാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വലിയ ഗൂഢാലോചനകളുണ്ട്. അത്തരം ഏകവനം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത്തരം ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കർഷകന് സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കി അവനെ കുട്ടിയിറക്കുക എന്നുള്ളൊരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പക്ഷേ അതല്ലാതെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നിലവിലുള്ള പ്രൊവിഷൻ പോലും ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ VS സുനിൽകുമാർ, കേരളത്തിലെ നാളികേര കർഷകരുടെ പരാതികൾക്ക് ഗവൺമെന്റ് തലത്തിൽ എന്ത് പരിഹാരം കാണാൻ കഴിയും? ശ്രീ സുനിൽകുമാർ. ശ്രീ സുനിൽകുമാർ, താങ്കളുടെ മൈക്ക് ഓഫാണ്. കേൾക്കാം, പറഞ്ഞോളൂ. ഈ നാളികേര കർഷകരുടെ പ്രശ്നം എന്ന് പറയുന്നത് നിരവധി വിഷയങ്ങൾ നാളികേര കർഷകരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോ തൽക്കാലം നാളികേര കർഷകർക്ക് വില കിട്ടുന്നുണ്ടെങ്കിലും അവര് ശരിയായ രീതിയിൽ വില കിട്ടാനുള്ള സാഹചര്യത്തേക്കാൾ ഉപരിയായി ഇപ്പൊ ഉത്പാദനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ കേരളത്തിലെ നാളികേരത്തിന്റെ ഉത്പാദനക്ഷമത, നാളികേരം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന 4ാമത്തെയും 3ാമത്തെ സ്റ്റേറ്റ് നമ്മുടെ കേരളമാണെങ്കിലും ഉത്പാദനക്ഷമതയുടെ കാര്യത്തില് നമ്മൾ വളരെ പിറകിലാണ്. ഇപ്പൊ നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കണക്ക് പ്രകാരവും സംസ്ഥാന ഗവൺമെന്റ് കണക്ക് പ്രകാരം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം 6,900 മുതൽ 7,000 വരെയാണ് നമ്മുടെ കേരളത്തില് ഒരു ഹെക്ടറിലെ നാളികേരത്തിന്റെ നട്ട്സിന്റെ എണ്ണമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ 10,000-ലും 12,000-ലും എത്തി നിൽക്കുന്ന നിലയിലേക്ക് ഉത്പാദനക്ഷമത എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഉത്പാദനക്ഷമത കുറഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിരവധി രോഗങ്ങൾ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കീടാക്രമണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. നാളികേരത്തിന്റെ വില ഗണ്യമായ തോതിൽ കുറഞ്ഞപ്പോ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കാൻ തന്നെ കർഷകർ പറ്റാത്ത വിധത്തിൽ പല പ്രശ്നങ്ങൾ കൃഷിക്കാരൻ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോ അല്പം വില കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ നാളികേരത്തിന്റെ ഉത്പാദനം ഉണ്ടാവില്ല. നാളികേരത്തിൽ ഉത്പാദനക്ഷമത വർദ്ധിക്കണമെങ്കിൽ ദീർഘകാല പരിചരണം ആവശ്യമായിട്ടൊരു വിളയാണ് നാളികേരം. നമ്മളിപ്പോ ഈ കൊല്ലം നമ്മൾ നാളികേരത്തിന് തെങ്ങിന് വളവും പരിചരണം കൊടുക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് അടുത്ത വർഷം നമുക്ക് കിട്ടും. തുടർച്ചയായിട്ടുള്ള പരിചരണം ആവശ്യമായിട്ട് വരുന്ന ഒരു വിളയാണ് നാളികേരം. ശ്രീ സുനിൽകുമാർ, ശ്രീ അലക്സ് ഒഴുകിൽ ചൂണ്ടിക്കാണിച്ചത് വന്യജീവി ശല്യത്തെക്കുറിച്ചാണ്. അവർ പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. അതിന് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ട അദ്ദേഹത്തിന്റെ ഗൂഢാലോചന സിദ്ധാന്തത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിയമം പൂർണ്ണമായിട്ട് കേന്ദ്രത്തിന്റെ നിയമമാണ്. പിന്നെ അദ്ദേഹത്തിന് കേരള ഗവൺമെന്റ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറയാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞ വകുപ്പുകളൊക്കെ എനിക്കറിയാവുന്ന വകുപ്പ് തന്നെയാണ്. ആ വകുപ്പൊന്നും വെച്ചിട്ടൊന്നും
എല്ലാ ജീവികളെയും വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല. ആ വെടിവെച്ച് കൊല്ലുന്നതിനൊക്കെ തന്നെ അതിനകത്ത് ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലാം, ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട മൃഗങ്ങളെ ഏത് ഘട്ടത്തിൽ വെടിവെച്ച് കൊല്ലാതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ ധാരണകളുണ്ട്. ഇപ്പോ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റും സുപ്രീം കോടതിയൊന്നും ഒരു അനുമതി കൊടുത്തിട്ടില്ല. വളരെ സങ്കീർണമായ വളരെ ശക്തമായ നിയമങ്ങളാണ് കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഇവിടുത്തെ കൃഷിക്കാരെല്ലാം കുടിയൊഴിപ്പിച്ച് അവിടെയെല്ലാം വനമാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന സിദ്ധാന്തമൊന്നും യുക്തിസഹമായ സിദ്ധാന്തങ്ങളല്ല. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സംസ്ഥാന ഗവൺമെന്റാണ്, UDF ആണെങ്കിലും നാളെ വേറെ ഏത് ഗവൺമെന്റ് വന്നാലും ശരി, സ്റ്റേറ്റ് ഗവൺമെന്റ് താല്പര്യം ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം എന്ന് തന്നെയായിരിക്കും. അത് ഏത് ഗവൺമെന്റും ഇവിടുത്തെ ജനങ്ങൾക്ക് എതിരായിട്ടൊരു നിയമം കൊണ്ടുവന്ന് ഇവിടുത്തെ വനം വിസ്തൃതി വർദ്ധിപ്പിച്ച് അവിടെയുള്ള ആളുകളെല്ലാം കുടിയിറക്കി പറയുന്നൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അതിങ്ങനെ ആളുകളെ ആവേശം കൊള്ളിക്കാനും ഒക്കെ ആയിട്ട് പറയാൻ കഴിയുന്നല്ലാതെ വസ്തുതാപരമായ കാര്യങ്ങളൊന്നുമല്ല അതൊന്നും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞാൽ മുൻകാലത്തേക്കാൾ വളരെ കൂടുതലാണ്. അതിന് കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 1985 മുതൽ ആരംഭിച്ചിട്ടുള്ള സാമൂഹിക വനവൽക്കരണ പരിപാടി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ വനത്തിനകത്ത് നമ്മുടെ നാടിന് ഉതകാത്ത രീതിയിലുള്ള നിരവധി വനവൽക്കരണത്തിന്റെ ഭാഗമായി വെച്ചിട്ടുള്ള വൃക്ഷങ്ങള്, ഇപ്പോ അക്വേഷിയും യൂക്കാലി, തേക്ക് പോലെയുള്ള ഒരുപാട് വൃക്ഷങ്ങൾ വെച്ചതോടുകൂടി വന്യമൃഗങ്ങൾക്ക് അവിടെ ആവശ്യമായ ആവാസ വ്യവസ്ഥയിൽ നിൽക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു എന്നൊരു ഒരു ശാസ്ത്രീയമായ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അല്ലാത്ത രീതിയിൽ വേറെ രീതിയിലുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വന്യജീവി ആക്രമണത്തിനുള്ള മൂല കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളും ഒരുമിച്ചിരുന്നുകൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലേക്കുള്ള മൂവ്മെന്റുകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫലവത്താവുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നാളികേര കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്യജീവി ആക്രമണം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെള്ളുകൾ വന്നാക്രമിച്ചുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ മന്ത്രിയായ സമയത്ത് ഞങ്ങൾ അതിനൊരു എഫർട്ട് ആരംഭിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരേ സമയത്ത് 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ കോവിഡ് കാലമായതുകൊണ്ട് നമുക്കത് കഴിയാതെ പോയതാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണ്. അത് മാത്രമല്ല, ഇപ്പൊ തെങ്ങിന് വന്നിരിക്കുന്ന കാറ്റുവീഴ്ച രോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മണ്ടരി രോഗം പോലെയുള്ള രോഗങ്ങൾ, ഈ രോഗകീടബാധ അതിനുശേഷം 2018 കൂടി ഉണ്ടായിട്ടുള്ള നമ്മുടെ അന്ന് നടത്തിയൊരു പഠനത്തിൽ കണ്ടെത്തിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മണ്ണിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, മണ്ണിന്റെ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് തെങ്ങിനാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇപ്പൊ നമുക്ക് 3400 മില്ലിമീറ്റർ മഴ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തൊഴിക്കുന്നത് ഒരു ബക്കറ്റിലെടുത്തൊഴിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. മഴ 3400 മില്ലിമീറ്റർ ആണെങ്കിലും തുടർച്ചയായിട്ട് അടുപ്പിച്ച് കൂടുതൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മേൽമണ്ണിനുണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള അതിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഏറ്റവും ആദ്യം ബാധിച്ചിരിക്കുന്ന ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രോപ്പ് എന്ന നിലയിൽ എങ്ങനെ അത് ബാധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നതാണ്. അപ്പൊ നമ്മുടെ മേൽമണ്ണിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, അത് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റും പ്ലാൻ ഹെൽത്ത് മാനേജ്മെന്റും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതി നമ്മൾ 2019 മുതൽ ആരംഭിച്ചതാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലെ തെങ്ങുകളുടെ വിള നമ്മൾ ഏതൊക്കെ തെങ്ങുകളാണ് വെക്കേണ്ടത്, വെസ്റ്റ് കോസ്റ്റ് ടോൾ എത്ര പെർസെന്റേജ് വെക്കണം, ഹൈ ഈൽഡ് വെറൈറ്റി എത്ര വെക്കണം, അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റി എത്ര വെക്കണം എന്ന് തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും നമ്മൾ 5 അഗ്രോ ഇക്കോളജി സോണുകളാക്കി കേരളത്തിന്റെ കാർഷിക മേഖലയെ തിരിച്ചുകൊണ്ടും 23 അഗ്രോ ഇക്കോളജി യൂണിറ്റുകളാക്കിയത് തിരിച്ചുകൊണ്ടും നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഡീപ്പായിട്ട് സ്റ്റഡി 2021 നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റഡിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സസ്യപരിപാലന മണ്ണ് പരിപാലന മുറയിലേക്ക് നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെയും കൂടി നിർദ്ദേശാനുസരണം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ തെങ്ങിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അതെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കണം. അത് നേരത്തെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് കർഷകരെ സംബന്ധിച്ച് കണ്ടെത്താന്ന് മാത്രമല്ല, തെങ്ങ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിന് കൃത്യമായ വില കിട്ടുന്ന കാര്യത്തിൽ ഇപ്പോ കൊപ്രയുടെ ഇറക്കുമതി അല്ലെങ്കിൽ ഭക്ഷ്യ ഇറക്കുമതി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആദ്യം നേരിടാൻ പോകുന്നത് നാളികേര കൃഷിക്കാരാണ്. ഇപ്പൊ നാളികേരത്തിന്റെ വില പലപ്പോഴും ഫ്ലക്ച്വേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോ കുംഭം മീനം മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടാവുന്നത്. ആ സമയത്ത് സാധാരണ നാളികേരത്തിന്റെ വില ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പോ നമ്മുടെ കാങ്കയം മാർക്കറ്റാണ് കേരളത്തിൽ പോലും കൊപ്രയുടെയും നാളികേരത്തിന്റെ വില നിയന്ത്രിക്കുന്ന കാങ്കയം മാർക്കറ്റാണ്. അപ്പൊ കേരളം സ്വന്തമായ നിലയിൽ ഒരു മാർക്കറ്റ് എന്ന നിലയിലേക്ക് ഇതിന് മാറാനും ഉൽപാദനവും മാർക്കറ്റിംഗും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ
അടിസ്ഥാനപരമായി നമ്മുടെ തെങ്ങ് കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അലക്സ് ഒഴികയിൽ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ എല്ലാ മൃഗങ്ങളെയും വന്യജീവി നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങളാണ് സാധ്യമാവുക? അല്ല, ഇതിനകത്ത് കാട്ടുപന്നിയെ വെറുമനാക്കാനായിട്ട് കേരള സർക്കാർ പ്രപ്പോസൽ അയച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കാട്ടുപന്നികളെ കൊല്ലാനുള്ള പെർമിഷൻ വന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കുരങ്ങന്റെ കാര്യത്തിൽ ശുപാർശ അയക്കാത്തത്? ഞങ്ങൾ എത്രയോ കാലമായിട്ട് പറയുന്നു, തെങ്ങ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം കാട്ടുപന്നിയേക്കാൾ വലിയ പ്രശ്നം കുരങ്ങും മലയെണ്ണാനുമാണ്. ഈ കുരങ്ങിനെ മലയെണ്ണാനെയും ക്ഷുദ്രജീവിയാക്കാനുള്ള ശുപാർശ പോലും കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രശ്നമില്ല എന്ന്, പ്രശ്നം ഇവർക്ക് ബോധ്യമാകാത്തതുകൊണ്ടാണോ? എത്രയോ വർഷമായിട്ട് കർഷകർ പറയുന്നു. അപ്പം സുനിൽകുമാറൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം LDFന്റെ സീനിയർ നേതാവാണ്, CPIയുടെ നേതാവാണ്. അപ്പം അദ്ദേഹത്തിന് ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്, അടിയന്തരമായിട്ട് നമ്മുടെ കുരങ്ങിനെയും മലയെണ്ണാനെയും കൂടെ ക്ഷുദ്രജീവിയാക്കാനുള്ള ശുപാർശ കേന്ദ്രത്തിലേക്ക് അയക്കുക. എന്നിട്ട് നേരത്തെ പന്നിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വാങ്ങുക. അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടുന്ന് ശുപാർശ പോകണം. ഇവിടുന്ന് ശുപാർശ പോകാതെ കേന്ദ്രം ഇങ്ങോട്ട് വന്നെന്തായാലും പറയില്ലല്ലോ. കാരണം ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള സംഗതിയല്ലേ. ഞാൻ ബഹുമാനപ്പെട്ട സുനിൽകുമാറിന്റെ അടുത്ത് ഈ ഒരു ആവശ്യം വെക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചാൽ നടക്കും. കാരണം കൃഷി മന്ത്രി CPIക്കാരനാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനാണ്. സ്വാഭാവികമായിട്ടും കൃഷി വകുപ്പിന് ശക്തമായിട്ട് ഇടപെടാം. അപ്പൊ ഞങ്ങൾ കർഷകർക്ക് കൃഷി വകുപ്പിനോട് പറയാനുള്ള ഒരു കാര്യം, വനം വകുപ്പിന്റെ ഉത്തരവാദിത്വം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സംശയമില്ല, അതവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കർഷകരെ സംരക്ഷിക്കേണ്ട നിലപാട് കൃഷി വകുപ്പ് എടുക്കണ്ടേ? അത് സുനിൽകുമാർ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ ശ്രീ പ്രസാദ് ആയിരുന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു, അതായത് വന്യമൃഗങ്ങൾ വന്ന് കർഷകന്റെ കൃഷി ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ബഹുമാനപ്പെട്ട സുനിൽകുമാർ. ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ട് പറയരുത്. അല്ല, ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെന്റ് വരും. അല്ല അങ്ങനെയല്ല, നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് പറയണം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലും കണ്ടില്ല എന്ന് പറഞ്ഞാല്, ഞങ്ങളൊക്കെ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വന്യജീവി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സ്കീമില് വന്യജീവി ആക്രമണത്തിൽ കൃഷി നശിച്ചാലും അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ള ക്ലേശ ഘടകമാക്കി കൊണ്ടുവന്ന് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ചർച്ചകളും വനം വകുപ്പും നടത്തിയതും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല, അങ്ങനൊന്നും മിണ്ടി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയാം. ശരിയായിരിക്കാം, നമ്മള് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ അഭിപ്രായങ്ങളും ഒരാൾ കേട്ടുകൊള്ളുന്നില്ല. ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും കർഷകർ തന്നെയാണ്. അല്ലല്ല, ഞാൻ ഒറ്റ ചോദ്യം എന്ത് നിങ്ങളെടുത്ത നടപടികൾ കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നം കുറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം അല്ലല്ലോ. 10 വർഷമായില്ലേ? 10 ചിലപ്പോ 15 20 വർഷം എടുത്തു വരും. ഇത്രയും പ്രശ്നം യഥാർത്ഥ കൃഷിക്കാരെ കൂടി ഉണ്ടാവും. നമ്മൾ വികാരം കൊള്ളിക്കാൻ വേണ്ടി ആളുകളോട് വികാരം കൊള്ളിക്കാനും ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തപാലിൽ നീന്തൽ പഠിക്കുന്ന പോലെ സംസാരിക്കരുത്. നമ്മൾ സംസാരിക്കുന്നത് ഞാൻ കൃഷി ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞങ്ങളൊന്നും കൃഷി ചെയ്യുന്ന ആൾക്കാരും ഞങ്ങൾക്ക് മണ്ണുമായിട്ട് കൃഷിയായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് ധരിക്കരുത്. അതെങ്ങനെ വന്നിട്ട് പറഞ്ഞു പോകുമ്പോൾ ഞാൻ കേട്ടിരുന്ന് ഉണ്ടായിരിക്കാതെ എന്തുകൊണ്ടാന്ന് വെച്ചാല്, താങ്കളെ പോലെ തന്നെ താങ്കൾ കൃഷിക്കാരനാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് താങ്കളുടെ കൃഷി? എന്താണ്? തെങ്ങ് 50 തെങ്ങുണ്ട്. ഞാൻ വെട്ടാൻ കൊടുത്തിരിക്കുക. 1.5 വർഷം ഞാൻ തേങ്ങ പറിച്ചിട്ട്. 400 റബ്ബർ ഉണ്ട് എനിക്ക്. കവുങ്ങ്, കുരുമുളക്, ജാതി, ഇതൊക്കെ എന്റെ പറമ്പിലുണ്ട്. വന്നാൽ ഞാൻ കാണിച്ചു തരാം. 6 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളാണ്. റബ്ബറിന്റെ വില വെട്ടാൻ പറ്റുന്നില്ലെന്ന്. റബ്ബറിന്റെ വില 20 രൂപ ഉണ്ട്. വെട്ടാൻ പറ്റുന്നില്ല. എനിക്ക് വന്യമൃഗ ശല്യം. വെട്ടാൻ ആള് വരുന്നില്ല. റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ടല്ലേ? റബ്ബറിന് വിലയുണ്ട്. റബ്ബറിന് വിലയുണ്ട്. റബ്ബർ കൃഷിയായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് നടപടിയാണ്. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് പറയുന്ന പോലെ താങ്കൾ പറയുന്ന പോലെ ഈ ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരും ആളുകളൊക്കെ എല്ലാവരും കർഷകരാണെന്ന് പറയരുത്. താങ്കൾ പറയുന്ന അഭിപ്രായങ്ങളും ന്യായമായ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ആളുകൾ പറഞ്ഞ ഏകപക്ഷീയമായ രീതിയിൽ
ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കേരള സർക്കാരിനെതിരെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് കാണേണ്ടി വരും. ശരി, ഞാൻ ഇടപെടുകയാണ്. കാണേണ്ടി വരും. ശ്രീ അലക്സ്, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സുനിൽകുമാർ, രാഷ്ട്രീയം പറയാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം പറയും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സുനിൽകുമാർ, രാഷ്ട്രീയം പറയാൻ നോക്കരുത്. അല്ല, നമ്മുടേത് ശ്രീ അലക്സ് സംസ്ഥാന ഗവൺമെന്റിന്റെ കുഴപ്പമാണെന്ന് പറയരുത്. ശ്രീ അലക്സ്, സംസ്ഥാന ഗവൺമെന്റ് കുഴപ്പം തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇടപെടാത്തതുകൊണ്ട് തന്നെയാണ്. അല്ല, ഇടപെടുന്നത്. പക്ഷെ താങ്കൾ കേന്ദ്രത്തെ പറ്റി മിണ്ടായിരിക്കും ചെയ്യുന്ന പറയാൻ പറയുന്നത്. സുനിൽകുമാർ, കേന്ദ്രത്തെ സംരക്ഷിക്കുന്നത് താല്പര്യമുള്ള പോലെയുള്ളൂ. അതായത് ഏറ്റവും നല്ല കാര്യം രണ്ടു കൂടുതൽ കുഴപ്പക്കാരാണെന്ന് പറയുമ്പോ എന്താ വെച്ചാൽ കുഴപ്പക്കാരെ രക്ഷപ്പെടും. ശ്രീ അലക്സ്, അതിനുള്ള മാർഗം ശ്രീ അലക്സ്, ആ പരിപാടി വേണ്ട. ശ്രീ അലക്സ് ഒഴികെ ഒരു മിനിറ്റ്. ഒറ്റക്കാര്യം ഞാൻ ചോദിച്ചത്, റബ്ബർ കൃഷിയല്ലാണോ ഒന്ന് പറയാവോ? ശ്രീ സുനിൽകുമാർ, നമ്മളുടെ ഒരു രാഷ്ട്രീയ ചർച്ചയല്ല. അല്ല, അതാ അദ്ദേഹം അത് രാഷ്ട്രീയ ചർച്ച ആക്കിക്കൊണ്ടാണ് ഞാൻ ശരി, ഞാൻ ഇടപെടുകയാണ്. ശരി, ഞാൻ സജി മണിമലയിലേക്ക് ഒന്ന് പോവുകയാണ്. കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോ അദ്ദേഹം ഇവിടെ വളരെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ശരി, ഞാൻ സജി മണിമലയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സജി മണിമല, മറ്റു ഭക്ഷ്യ എണ്ണകളുടെ പ്രചാരം വർദ്ധിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഭക്ഷ്യങ്ങളുടെ ദോഷവശങ്ങൾ അറിയാതിരിക്കുകയും വെളിച്ചെണ്ണയുടെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉയരുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ നാളികേര കർഷകരോ കർഷക സംഘടനയോ ഗവൺമെന്റോ അതുമായി ബന്ധപ്പെട്ട ആരും അതിനെ എതിർത്തിട്ടില്ല. അതങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയും, വെളിച്ചെണ്ണയിൽ പാരഫിൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നാളികേര വികസന ബോർഡ് പത്രക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. അവര് ചാനലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എവിടെ വരുന്നില്ല, ആൾക്കാർ അറിയുന്നില്ല, അതിന് പ്രചാരണം കിട്ടുന്നില്ല. രണ്ട്, കർഷകർ വിചാരിച്ചാൽ മാത്രം തന്നെ ഈ തേങ്ങയുടെ വില കൂടാൻ. ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു നാളികേരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർഷക കുടുംബത്തിൽ പോലും ഇന്ന് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. എനിക്കറിയാം, കർഷക ഗ്രാമമാണ് എന്റെ നാട്. പൂരാച്ചണ്ട എന്റെ കർഷക ഗ്രാമമാണ്. അവിടെ പോലും മസാല കടകളിൽ 10 പെട്ടി വെളിച്ചെണ്ണ വെക്കുമ്പോൾ 30-40 പെട്ടി പാം ഓയിലും സൺഫ്ലവറും വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പകട്ടത്തെ കാര്യമുള്ളത് നമ്മളെ കുടുംബത്തിൽ നമുക്കൊന്നും ഉപയോഗിച്ചുകൂടെ? വെളിച്ചെണ്ണയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ആന്റി ബാക്ടീരിയല്, ആന്റി ഫംഗല്. നമ്മളെ ഇന്ന് എയ്ഡ്സിന് പോലും ആൽസിമേഴ്സിന് വിദേശികൾ വെളിച്ചെണ്ണ തേങ്ങയുടെ പുക നടക്കുന്നു. ഇത് ചൈനയുടെ ആവശ്യമാണ്. ഇപ്പം ചൈനയുടെ ഡിമാൻഡ് കൂടിയതാണ് നമ്മൾ തേങ്ങയ്ക്ക് വില കൂടിയത്. ഇവിടെ മലയാളി നല്ലതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ, തേങ്ങ വീട്ടിലെ കറികൾക്ക് ഉപയോഗിച്ചാൽ തേങ്ങയുടെ വില 100 രൂപ എത്തും. നമ്മളതിന്റെ ഗുണം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന പാം ഓയിൽ ആയിക്കോട്ടെ, സൺഫ്ലവർ ആയിക്കോട്ടെ, വെളിച്ചെണ്ണ ആയിക്കോട്ടെ, ഇതിൽ ആന്റി ഓക്സിഡന്റ് ഗുണമുള്ള ഒരേ ഒരു ഭക്ഷ്യ വെളിച്ചെണ്ണയാണ്. മറ്റേ 2 ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഫ്രീ റാഡിക്കൽസ് ഇല്ലാണ്ടാക്കുന്നു. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിന് പ്രചാരം കൊടുക്കുന്നില്ല. വെളിച്ചെണ്ണയുടെ ഗുണത്തെ പറ്റി ആരും പറയുന്നില്ല. എവിടെ ചർച്ച ചെയ്യുമ്പോഴും വെളിച്ചെണ്ണയുടെ മായത്തെ പറ്റിയേ ചാനലിൽ ചർച്ചയുള്ളൂ. പാം ഓയിൽ എന്താണ്, സൺഫ്ലവറിൽ എന്താ സംഭവിക്കുന്നത് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ വ്യാവസായിക എണ്ണയാണ്. വെളിച്ചെണ്ണയൊക്കെ കേരളത്തിലുള്ള ചെറുകിട യൂണിറ്റുകളാണ് വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്നത്. അവർക്ക് ഇതിനെ തടുക്കാനുള്ള വഴിയില്ല. ഈ പ്രചാരണത്തിൽ ഇപ്പൊ ഞാനൊരു വെളിച്ചെണ്ണ വയനാട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് വെളിച്ചെണ്ണ കട്ടയാവും. കട്ടയായി കഴിഞ്ഞാൽ പറയുന്നത് മെഴുകാണ്. പാരഫിന് കട്ടയാണ് -16 ഡിഗ്രി എത്തണമെന്ന് ആരും പറയാനില്ല. ഞങ്ങൾ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുകയില്ല. എന്ത് ചെയ്യും? നാളികേരത്തിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തേങ്ങ അരയ്ക്കാൻ വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ തേങ്ങ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടാ? ശരിയാണ്. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ തേങ്ങ അങ്ങോട്ടേക്ക് പോകുന്നില്ല. തൃശ്ശൂരിന് അപ്പുറത്തേക്ക് വരുന്ന തേങ്ങ പോയി തമിഴ്നാട്ടിൽ വരുന്ന തേങ്ങ അരയ്ക്കാൻ സർക്കാർ സംഭരിച്ചില്ല. പക്ഷെ ആ തേങ്ങ സംഭരിച്ചത് തിരുവനന്തപുരത്തുണ്ടായി വിറ്റാൽ ഗവൺമെന്റിന് ലാഭം കിട്ടിയാണ്. അത് ഉണക്കി കൊടുത്തത് ഗവൺമെന്റിന് കൂടുതൽ നഷ്ടം വന്നത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സുനിൽകുമാർ, അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിൽ തേങ്ങ അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ തലമുറ കൃഷിയിൽ നിന്ന് അകന്നു പോവുകയാണ്. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പുതിയ തലമുറയെ, ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാൻ കർണാടക നടപ്പിലാക്കിയതുപോലെ വീക്കെൻഡ് ഫാമിംഗ് പോലുള്ള പദ്ധതികൾ കേരളത്തിൽ സാധ്യമാണോ? അല്ല, ഈ കൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഏറ്റവും നല്ല മാർഗം കൃഷി ലാഭകരമാക്കുക എന്നുള്ളത് തന്നെയാണ്. കൃഷി ലാഭകരമായില്ലെങ്കിൽ ആളുകൾ കൃഷിയിലേക്ക് വരാൻ മടിക്കും എന്നുള്ളതാണ് സത്യം. അല്ലാതെ വേറെ നമുക്ക് കുറുക്കു വഴികളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കൃഷി വളരെ ലാഭകരമായിട്ടൊരു കാര്യമാണെന്ന് വന്നാൽ മാത്രമേ അതിലേക്ക് വരുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഞാനിപ്പോ മന്ത്രിയായിരിക്കുന്ന സമയത്ത്
വൈഗ എന്നൊരു പരിപാടി തുടങ്ങി, വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ അഗ്രികൾച്ചർ. അതില് എന്താ നമ്മളിപ്പോ നാളികേരം എന്ന് പറയുന്ന പ്രൈമറി പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കൃഷിക്കാരനെ കൊണ്ട് അതിന്റെ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റ് വിൽക്കുന്നവനാക്കി മാറ്റുക എന്നുള്ളതാണ്, ഇടനിലക്കാരനില്ലാതെ. ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ നാളികേരത്തിന് വില കൂടാൻ ചൈന മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ചെറുകിട മില്ലുകൾ ധാരാളമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ശ്രീ സജി മണിമല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോ നാളികേരത്തിന് നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ലോറിക് ആസിഡ് ഏറ്റവും കൂടുതലുള്ളൊരു മുലപ്പാലിലുള്ള ലോറിക് ആസിഡ് ഏറ്റവും ഉള്ളതാണ് ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ലോറിക് ആസിഡ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഇതാണ്. ഒരുപാട് തരത്തിൽ ആന്റി ഓക്സിഡൻസും നമുക്ക് വേണ്ട ഗുഡ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഒരു എണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷ്യ എണ്ണകളിൽ ഒന്നാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതേസമയത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന നിലയിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ മെഡിസിൻ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വലിയ പ്രചാരണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ആ നിലയിൽ നമ്മുടെ കേരളത്തിന്റെ നാളികേരത്തിന്റെ വ്യത്യസ്തമായ വാല്യൂ അഡീഷൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ടെക്നോളജി നമുക്കിവിടെ ലഭ്യമാണ്. ആ ടെക്നോളജി വെച്ചുകൊണ്ട് നമ്മുടെ കർഷകരുടെ ചെറുകിട സംരംഭങ്ങൾ വ്യാപകമായിട്ട് കൊണ്ടുവരാനും അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉത്പാദിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കാനും കഴിഞ്ഞാൽ നാളികേരത്തിന്റെ അതിന്റെ പ്രൈമറി പ്രൊഡക്റ്റ് എന്ന വില കുറഞ്ഞാൽ പോലും അതിൽ നിന്നുണ്ടാക്കുന്ന വാല്യൂ അഡീഷൻ ഉൽപ്പന്നങ്ങളുടെ വില നമുക്ക് ശരിയായ രീതിയിൽ സ്റ്റേബിളായി കിട്ടുന്നുള്ളതുകൊണ്ട് ലാഭകരമായി പോകാൻ. ഇപ്പൊ നാളികേരത്തിന്റെ വില എപ്പോൾ കുറഞ്ഞാലും നാളികേരം കൊണ്ട് ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെ വില ഇന്ന് വരെ കുറഞ്ഞതായിട്ട് നമുക്ക് അറിയും. അപ്പോ പ്രൈമറി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കൃഷിക്കാരൻ തന്നെ അതിന്റെ വാല്യൂ അഡീഷൻ രംഗത്തേക്ക് വരുന്ന രീതിയിൽ ഞാനൊരു FPO ചെയർമാനാണ്. ഞാനിപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള നാളികേരം, അന്തിക്കാട് നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഞങ്ങളിപ്പോ രൂപീകരിച്ചിരിക്കുകയാണ്. ഞാൻ 400 കൃഷിക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നാളികേരത്തിന്റെ വെളിച്ചെണ്ണയുടെ പേര് കൊക്കോ ലോറിക് എന്നാണ്. ലോറിക് ആസിഡ് ഏറ്റവും കൂടുതലുള്ള നാളികേരം വെളിച്ചെണ്ണ എന്ന നിലയിൽ തന്നെ അതിനെ ഒരു പ്രീമിയർ പ്രൊഡക്റ്റ് ആക്കി കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ഇതുപോലെയുള്ള നിരവധി സംരംഭങ്ങൾ നമ്മുടെ പ്രാദേശികമായിട്ട് ഈ തരത്തില് ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നല്ലോ നീര എന്നുള്ളത്. അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ നീരയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നീര ചെത്താനുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പല നീര ഉൽപാദകരുണ്ടാക്കി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവര് പറഞ്ഞൊരു കാര്യമാണ്. ഞാനൊരു 45 സംരംഭകർ പിന്മാറിപ്പോയതിന്റെ കാരണം നീര ഉൽപ്പാദിപ്പിക്കാനുള്ള അതിന്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നീര ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് അതിൽ നിന്നുണ്ടാക്കുന്ന നമ്മുടെ അതിന്റെ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഏറ്റവും ഗ്ലൈസമിക് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള ബ്രൗൺ ഷുഗർ, മയക്കുമരുന്നല്ല, ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന കൊക്കോ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന രീതിയിലുള്ള ഷുഗർ ഉൾപ്പെടെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇവിടേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, മുകളിൽ കയറി അത് ചെത്തി താഴേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ടെക്നോളജി മാത്രമേ നമുക്കുള്ളൂ. അത് പല കൊല്ലത്ത് ആരംഭിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് അവർ ബംഗാളികളെയും അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റ് ആൾക്കാരെ വെച്ചാണ് അത് ആദ്യം തുടങ്ങിയത്. അവരും പിന്മാറി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല എന്നിവിടെ നേരത്തെ അലക്സ് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ ആളുകൾ കിട്ടാൻ തെങ്ങ് കയറാൻ ആളുകൾ കിട്ടാനില്ലാത്ത പ്രശ്നം. അപ്പൊ ആ ഒരു കാരണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ സാങ്കേതികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോ നീര എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്രൊഡക്ട്സ് ആണ്. ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാളികേരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നിരവധി ഉൽപ്പന്നങ്ങളിൽ ഒന്ന് മാത്രമാണ് നീര എന്ന് പറയുന്നത്. നീര മാത്രമല്ലാതെ നാളികേരപ്പാലും നാളികേരത്തിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ, ചിരട്ടയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അതിന്റെ ചകിരിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, കൊക്കോപ്പിറ്റിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങി നാളികേരത്തിന്റെ വിവിധ അതിന്റെ നാളികേരത്തിന്റെ തെങ്ങിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന ഫർണിച്ചർ വരെയുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന നിരവധി വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുന്ന ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ തോതിൽ നമ്മുടെ സഹകരണ അടിസ്ഥാനത്തിലും ചെറിയ ചെറിയ സംരംഭകർ എന്ന നിലയിലും ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ വാല്യൂ അഡീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നുകൊണ്ട് നിരവധി സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതിയ തലമുറ കൃഷിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൃഷിയിലേക്ക് വരിക എന്നതിനേക്കാൾ ഉപരിയായി ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട മേഖലയിൽ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ മേഖലയിലേക്ക് ന്യൂ ജനറേഷനെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കായി പ്രൈമറി പ്രൊഡക്ഷൻ രംഗത്തും അതിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയേണ്ട രീതിയിലേക്ക് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ആധുനിക ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ഇപ്പൊ ഞാൻ ഒരു 5 കൊല്ലം മന്ത്രിയായ സമയത്ത് തെങ്ങിൽ കയറി നാളികേരം ഇറക്കാൻ കഴിയുന്ന ഒരു മെഷീൻ ഞാൻ പല യൂണിവേഴ്സിറ്റികളോട് 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. നിങ്ങളൊരു ഒരു വളരെ സങ്കീർണമല്ലാത്ത ലളിതമായ രീതിയിൽ അവിടെ കയറി ഇടാൻ കഴിയുന്ന ഒരു മെഷീൻ ഉണ്ടാക്കി തരണം. ഞാനൊരു 5 യൂണിവേഴ്സിറ്റികളെ ചർച്ച നടത്തിയതാണ്. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതനുസരിച്ച് ഒരു ടെക്നോളജി നമുക്ക് കിട്ടിയില്ല. ഇവിടെ അഗ്രി ഹാക്കത്തോൺ ഞാൻ നടത്തി, തൃശ്ശൂർ അഗ്രി ഹാക്കത്തോൺ, ഇവിടുത്തെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് അഗ്രി ഹാക്കത്തോൺ നടത്തിയപ്പോൾ ഒരു മെഷീൻ അവർ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തന്നിരുന്നു. അത് വളരെ സൂട്ടബിൾ ആയിട്ട് മെഷീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒന്നുകൂടി കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെഷീനറിയാണ്. അങ്ങനെ ഈ തെങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെങ്ങ് കയറുന്നതിന്റെ വിഷയം മുതലുള്ള ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ക്രോപ്പ് എന്ന നിലയിൽ മറ്റേതിനേക്കാളും വലിയൊരു ക്രോപ്പ് എന്ന വലിയൊരു പരിഗണന നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഗവൺമെന്റ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, തെങ്ങ് കൃഷിക്ക് വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന പ്ലാൻ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സൈസാണ്. എനിക്ക് അത് അറിയാം. ഇപ്പൊ നമുക്ക് ഫിനാൻസ് മാറ്റിവെക്കുന്നത് ചെറിയൊരു സൈസാണ്. വാസ്തവത്തിൽ ഒരു 2000 കോടിയോ 3000 കോടിയോ തെങ്ങിന് വേണ്ടി ഒരു ആദ്യത്തെ ടൈമിൽ ഒരു 5 കൊല്ലം ഒരു പൈസ മാറ്റിവെച്ചുകൊണ്ട് ആ ക്രോപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന സമഗ്രമായൊരു പദ്ധതി നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഇപ്പോ 10 കൊല്ലം കൊണ്ട് നമുക്ക് ഒരു 5 കോടി തെങ്ങിൻ തൈകൾ പുതുതായിട്ട് വെക്കാൻ കഴിയും, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ആ രീതിയിലുള്ള ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു വർഷം ഞങ്ങൾ 2 കോടി തെങ്ങിൻ തൈ വെക്കാൻ നോക്കിയപ്പോ ഗുണമേന്മയുള്ള ഒരു 15 ലക്ഷം തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിക്കുന്ന നഴ്സറികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വെറുതെ തെങ്ങിൻ നാളികേരം എന്ന് പറയുമ്പോൾ അതിന്റെ മദർ ഫാമിൽ നിന്ന് കൃത്യമായി നാളികേരം ഉണ്ടാക്കി എടുത്തിട്ട് വേണം കൊണ്ടുവരണം. അതായത് നമ്മൾ ഏതെങ്കിലും നാളികേരം ഉറപ്പിച്ച വിത്ത് തേങ്ങ ആവില്ല. വിത്ത് തേങ്ങ ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിന്റെ മദർ ഫാമിൽ നിന്നും അത് കൃത്യമായ രീതിയിൽ അതിന്റെ പോളിനേഷൻ നടത്തി അത് നമ്മൾ കൊണ്ടുവന്ന് അതിന്റെ ജെർമിനേഷൻ നോക്കി അതിനെ കള്ള ചെയ്ത് കളഞ്ഞിട്ട് ഏറ്റവും നല്ല തെങ്ങിൻ തൈ ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സങ്കീർണമായ പ്രക്രിയയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഒരു നാളികേര തൈകൾ വേണം. ആ നാളികേര തൈകൾ തന്നെ ഒരു 15 ലക്ഷം നാളികേര തൈ നമുക്ക് ഉത്പാദനക്ഷമതയുള്ള നാളികേര തൈകൾ ഉണ്ടാക്കുന്ന രീതിയിൽ പോലും നമുക്ക് ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ പറയില്ല. ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കുന്നതിനും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിത്ത് ഉത്പാദനം മുതലുള്ള നിരവധി കാര്യങ്ങളിൽ നമ്മളിപ്പോഴും വളരെ പിറകിലാണെന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതിനെ മറികടക്കാൻ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഞാനൊരു മന്ത്രി എന്നുകൊണ്ട് എന്റെ അനുഭവം വെച്ച് പറയാം, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊന്നും ആ രീതിയിൽ സപ്പോർട്ട് പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റിന്റെ കോക്കൺ ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്, നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ, അവരൊക്കെ സംസാരിച്ച് കോർഡിനേഷൻ ഉണ്ടാക്കിയതാണ്. അതിന്റെ ഭാഗമായി നമ്മൾ 2019, 2029 വരെയുള്ള 10 വർഷക്കാലത്തെ ഒരു സമഗ്ര പദ്ധതിയൊക്കെ നമ്മൾ ആവിഷ്കരിച്ചു. ഈ നാളികേര വികസന പദ്ധതി ഉണ്ടാക്കിയതാണ്. ആ പദ്ധതി ശരിയാവണ്ണം നടപ്പാക്കുകയാണെങ്കിൽ അതിന് വേണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 2000 മുതൽ 5000 കോടി രൂപ വരെ ഈ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. അങ്ങനെ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ കർഷകരെ സഹായിച്ചുകൊണ്ട് നമ്മുടെ ഈ ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അലക്സ് ഒഴികയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കർണാടക പോലുള്ള അയൽ സംസ്ഥാനങ്ങൾ തേങ്ങാ ഉൽപ്പാദനത്തിൽ കേരളത്തിനോടൊപ്പമോ അല്ലെങ്കിൽ കേരളത്തെക്കാൾ മുന്നിലോ ആണ്. കേരളത്തിലെ നാളികേരത്തിന്റെ ഒരു ഭാവി എന്താണ്? നിലവിലെ സാഹചര്യത്തിൽ വലിയ ഭാവി കാണുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം. അപ്പൊ ഇപ്പൊ അദ്ദേഹം സുനിൽകുമാർ പറഞ്ഞു നമ്മൾ 3000 കോടി മുതൽ 5000 കോടി വരെയുള്ള ഒരു പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ന്യായമായ വില ഉറപ്പുവരുത്തുക എന്നത് മാത്രം സർക്കാർ ചെയ്താൽ മതി. വിത്ത് വേണ്ട, വളം വേണ്ട, ഒക്കെ ഉണ്ടെന്ന്. വിത്തും വളവും നല്ല ലോകത്ത് എവിടെ ഏറ്റവും നല്ല തെങ്ങും തേങ്ങ അത് കൊണ്ടുപോയി വരാൻ കപ്പാസിറ്റിയുള്ള ആളുകളാണ് കേരളത്തിലെ കർഷകര്. അതൊക്കെ അവർ ചെയ്തോളും. ഇപ്പൊ 15 ലക്ഷം തെങ്ങ് ഞാൻ പറഞ്ഞു, എന്റെ പറമ്പിൽ നിന്ന് വിത്ത് തേങ്ങ എടുക്കുന്നുണ്ട്. കൂരാജുണ്ട്, ചെക്കട്ടപ്പാറ, മരുതോങ്കര പഞ്ചായത്തിൽ നിന്നാണ് കുറ്റ്യാടി തേങ്ങയുടെ വിത്ത് തേങ്ങ എടുക്കുന്നത്. ഞങ്ങളുടെ നിരവധി കർഷകർ വിത്ത് തേങ്ങ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കർഷകർ ചെയ്തോളും. ഉൽപാദനം ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മുടെ ഒരു കിലോ തേങ്ങ ഉൽപാദനത്തിന് ശരാശരി 50 രൂപ 60 രൂപ ചെലവുണ്ട്. ഇപ്പം നമുക്കിപ്പോ സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില 30 രൂപയാണ്. ഇപ്പം മാർക്കറ്റിൽ വില കൂടുതലുള്ള സംഭരണം വേണ്ട, അത് ശരിയാണ്. പക്ഷെ ഒരു 50 രൂപ തേങ്ങയ്ക്ക് താങ്ങുവില പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാണോ? അതിന് 3000 കോടി 5000 കോടി ഒന്നും വേണ്ട, കൂടി പോയി 500 കോടി അല്ലെങ്കിൽ 1000 കോടിയാ മതിയായിരിക്കും. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കർഷകന് അറിയാം. അവർ വിത്ത് കണ്ടുപിടിച്ചോളും, ഏറ്റവും നല്ല തെങ്ങ് പിടിച്ചോളും, പരിപാലിച്ചോളും, എല്ലാ വർഷവും വളവിടും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ വില സ്ഥിരതയുടെ കാര്യത്തിൽ മാത്രം സർക്കാർ ഉറപ്പ് കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ കർഷകൻ ചെയ്യുമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം. കപ്പാസിറ്റി ഉള്ള ആളുകളാണ് കർഷകർ. ശ്രീ വി എസ് സുനിൽകുമാർ, ഒരു 50 രൂപ താങ്ങുവില പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകുമോ? അല്ല, അദ്ദേഹം പറഞ്ഞത് പ്രൈസസ് ബോർഡിന്റെ ഒരു കണ്ടെത്തലനുസരിച്ച് അദ്ദേഹം പറഞ്ഞ കണക്ക്
ഏകദേശം ശരിയാണ് 50 രൂപയെങ്കിലും താങ്ങുവില ഒരു കിലോ അതായത് ഒരു തേങ്ങയുടെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായി. 1 കിലോ നാളികേരം എന്ന് പറയുമ്പോൾ ഉത്പാദിപ്പിക്കുമ്പോൾ ശരിക്കും ഒരു 50 രൂപ പോരാ, 50 രൂപ പോരാണ്ട് വരും. കാരണം നമ്മളിപ്പോ നമ്മുടെ ഇവിടുത്തെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വില നോക്കുമ്പോൾ 50 രൂപ 1 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 3 നാളികേരം, ചിലപ്പോൾ 2 നമ്മുടെ നാളികേരം സൈസ് അനുസരിച്ചായിരിക്കും. അപ്പൊ അതൊക്കെ വരുമ്പോ നമുക്ക് 1 കിലോന് 50 രൂപ പോരാ, ഒരു 60 രൂപയൊക്കെ ആണെങ്കിൽ അത് ശരിയായ വില. കാരണം ഇവിടെ നമുക്ക് കൂലിച്ചെലവ് ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള ഞാൻ 3000 കോടി എന്ന് പറഞ്ഞാൽ ഒരു 500 കോടിയൊക്കെ വെച്ച് കിട്ടിയാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ താങ്ങുവില ഇപ്പൊ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് നമ്മൾ 32 രൂപയെ താങ്ങുവില നമ്മൾ വർദ്ധിപ്പിച്ചത്. അതിന് മുമ്പ് അതിനൊക്കെ കുറവായിരുന്നു. അപ്പൊ താങ്ങുവിലയുടെ കാര്യത്തിൽ നമ്മുടെ പ്രൈസസ് ബോർഡ് അവിടുത്തെ സ്റ്റഡി റിപ്പോർട്ടൊന്നും ഗവൺമെന്റിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഈ സാമ്പത്തിക പ്രശ്നമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് മാത്രമല്ല നമ്മുടെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല് പച്ചത്തേങ്ങയ്ക്ക് അടിസ്ഥാന വില ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രശ്നം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അടിസ്ഥാന വില നിശ്ചയിച്ചിരിക്കുന്ന ഒരേ ഒരു ക്രോപ്പ് നമ്മുടെ കേരളത്തിലുള്ളത് ഈ കൊപ്രയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ കൊപ്രയാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസിംഗ് ചാർജൊക്കെ വരുമ്പോൾ നമ്മൾ കൊപ്രയുടെ താങ്ങൂലി നമ്മുടെ വിലയും നമ്മൾ യോജിക്കില്ല. അപ്പൊ നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആശയം പച്ചത്തേങ്ങയ്ക്ക് നമ്മൾ അടിസ്ഥാന വില നിശ്ചയിക്കാൻ സുനിൽകുമാർ, ഞാൻ മടങ്ങി വരാം. അപ്പൊ അത് ഒരു കാര്യം ഞാൻ അലക്സ് പറഞ്ഞൊരു കാര്യം ചോദിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ അതുവരെ ഒരു 50-60 രൂപയെങ്കിലും നമുക്ക് അടിസ്ഥാന വില കിട്ടുന്ന വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഈ പിന്നെ വിത്ത് തേങ്ങ അദ്ദേഹം പറയുന്ന പറമ്പുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന വിത്ത് തേങ്ങ കൂടി ചേർത്തിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വിത്ത് തേങ്ങ ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യം ഇപ്പൊ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു വിത്ത് തേങ്ങ 57 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അതിന് അറിയുമെന്ന് എനിക്കറിയില്ല. വിത്ത് തേങ്ങ ഏറ്റവും കൂടുതൽ വില വർദ്ധിപ്പിച്ച ആ സമയത്താണ് 75 രൂപ അല്ല 75 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച് 75 രൂപ വർദ്ധിപ്പിച്ച് 75 രൂപ വർദ്ധിപ്പിച്ച്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു 75 രൂപയ്ക്ക് എങ്ങനെയാ വിത്ത് തേങ്ങ ഇത്ര വലിയ പൈസ കൊടുക്കും? ഞാൻ പറഞ്ഞു വിത്ത് തേങ്ങ ഉത്പാദിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത് ഈ വില ഇത്രയും കൂടിയതിനെ പറ്റി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയപ്പോൾ ഞാൻ അങ്ങോട്ട് എഴുതിയ ഒരാളാണ്. അപ്പൊ ആ വിത്ത് തേങ്ങയ്ക്ക് അത്രയും വില കൊടുക്കേണ്ടി വരുന്ന വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടൊരു വിത്ത് തേങ്ങ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുപോലെ നമുക്ക് അത് കൃഷിക്കാരുണ്ടാക്കുന്ന പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഈ താങ്ങുവില എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തുള്ള ഒരു വിഷയം അത് സാമ്പത്തിക പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വാല്യൂ അഡീഷൻ കൂടി വന്നു കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് വില ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ കൃഷിക്കാര് തെങ്ങിന്റെ അടിയിൽ വളരും, അല്ലെങ്കിൽ കൃഷിക്കാരൻ വളരിടില്ല. വളരിട്ടില്ലെങ്കിൽ അടുത്തോളം തേങ്ങ ഉണ്ടാവില്ല. ഇതാണ് എന്റെ പ്രശ്നം. ഇതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ നമുക്ക് നെല്ലാണെങ്കിലും 110 ദിവസം വേണ്ട. ഒരു തെങ്ങെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം വളരിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം വില കൂടിയതുകൊണ്ടൊരു കാര്യമില്ല. നാളിന് മുകളിലേക്ക് നോക്കി നാളിനുണ്ടാവില്ല. അപ്പോ സ്ഥിരമായിട്ട് കൃഷിക്കാരന് വളമിടാനും പരിപാലിക്കാൻ തോന്നണമെങ്കിൽ ഇതിന് വില കിട്ടുമെന്ന് ഉറപ്പുണ്ടാക്കുക എന്നുള്ള ഒരു അഭിപ്രായത്തോടെ എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ആ രീതിയിലേക്കുള്ള ഒരു ആസൂത്രണം ആവശ്യമാണ്. ശരി, വ്യക്തമാണ്. ശ്രീ സജി മണിമല പറഞ്ഞോളൂ. സുനിൽസാദ് പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ നിന്ന് നാളികേരം കയറ്റി പോകുന്ന തമിഴ്നാട്ടിലേക്ക്, ഭൂരിപക്ഷം നാളികേരം പോകുന്ന തമിഴ്നാട്ടിലേക്കാണ്. അതിന് ഒരു പൈസ GST ഇല്ല. അവിടുന്ന് കൊപ്രയാക്കി കേരളത്തിലേക്ക് വരുമ്പോൾ 5% GST ഉണ്ട്. ആ GST കൊടുത്ത പല മില്ലുകാരും കൊപ്ര വാങ്ങുന്നു. ആ 5% GST കേരളത്തിന് കിട്ടിയാൽ ആ പൈസ മാത്രം മതി ഗവൺമെന്റിന് സബ്സിഡി നിരക്കിൽ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിനെ കണ്ടിട്ട് ഞങ്ങൾ വളരെ വിശദമായിട്ട് ഈ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഈ നാളികേരം ഞങ്ങൾ സംഭരിക്കാം, ഞങ്ങൾ ബില്ല് കൊടുക്കാം, GST ബില്ല് കൊടുക്കാം. ആ ബില്ല് വെച്ചിട്ട് അതിന് ഡിഫറൻസ് മാത്രം ഗവൺമെന്റ് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൃഷിക്കാരന് ആ സമയത്ത് തന്നെ ഞങ്ങൾ കൊടുക്കുമ്പോൾ, ഞങ്ങൾ തേങ്ങ വാങ്ങുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ പണം കിട്ടും. ബാക്കി പൈസ ഗവൺമെന്റ് ഫണ്ട് വരുന്നതനുസരിച്ച് ഗവൺമെന്റ് കൊടുക്കുക. അപ്പൊ കൃഷിക്കാരന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. മറ്റേത് ഇപ്പം സർക്കാർ സംഭരിക്കുന്നത് ഒരു സ്ഥലത്ത് സംഭരിക്കും, അതിന്റെ പണം 5 മാസം 6 മാസം കഴിഞ്ഞിട്ട് കൃഷിക്കാരന് പണം കിട്ടില്ല. അത് ഗവൺമെന്റ് എവിടെയും കൊണ്ടുപോയി ഉണക്കാൻ കൊടുക്കും. അത് ഉണക്കി കിട്ടുന്ന മോശം കൊപ്രയായിരിക്കും. അതിന് ഗുണനിലവാരം ഗവൺമെന്റ് കോടികൾ നഷ്ടം. ഇതാകുമ്പം ഈ GST കിട്ടുന്ന പണം, അതായത് തമിഴ്നാടിന് പോകുന്ന GST പണം മാത്രം മതി കേരളത്തിൽ കൃഷിക്കാരെ രക്ഷിക്കാൻ. അത് ഞങ്ങൾ ഇവിടെ പല പ്രാവശ്യം മന്ത്രിമാരുടെ അടുത്തൊക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തതാണ്. അപ്പൊ ഈ നാട്ടിലെ ഒരുപാട് അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കും. തേങ്ങ ഉണക്കി കൊപ്രയ്ക്ക് വെളിച്ചനാക്കുന്ന ബിസിനസ്, അല്ലെങ്കിൽ മറ്റ് നാളികേര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്. അത് ഓരോ കുടുംബത്തിനും അല്ലെങ്കിൽ ഓരോ നാളികേര കർഷകനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു വർഷം തന്നെ 1500ഓളം പുതിയ മില്ല് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിലനിൽക്കാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തൊഴിലവസരം ഇവിടെ ഉണ്ടാവും. അത് കൂടാതെ ഈ GST തമിഴ്നാട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ കർണാടകയ്ക്ക് പോകുന്ന GST ഇവിടെ തന്നെ കിട്ടുകയും ചെയ്യും. അത് മാത്രം ഗവൺമെന്റ് കൃഷിക്കാർ സബ്സിഡി കൊടുത്താൽ മതിയാവും. ആ നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു, പക്ഷെ അവിടെ എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. അത് കൂടാതെ ഈ നാളികേരത്തിന്റെ തകവില നിശ്ചയിക്കുമ്പോഴോ ഗവൺമെന്റ് വ്യവസായവൽക്കരണം നടത്തുമ്പോഴോ മറ്റ് ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരണത്തെ പറ്റി പറയുന്നുണ്ട്. ഒരിക്കലും വെളിച്ചെണ്ണ വേണ്ട പരിഗണന കൊടുക്കുന്നില്ലാണ് ഞങ്ങളായിട്ട്. നാളികേരത്തിന് വില നിശ്ചയിക്കാൻ അടിസ്ഥാന ഘടകം വെളിച്ചെണ്ണ തന്നെയാണ്. അതിനെ വിട്ടിട്ട് ഒരു സ്ഥാനത്തെ നിങ്ങൾക്ക് നാളികേരത്തെ വില നിശ്ചയിക്കാൻ കഴിയില്ല.
വെളിച്ചെണ്ണയ്ക്കുള്ള പരിഗണന ഞങ്ങൾക്ക് തരണം. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശ്രീ അതിലെ ഒരു കാര്യം കൂടെ പറയണ്ടേ, പറഞ്ഞോളൂ. അതായത് ഈ മാനുഫാക്ചേഴ്സിന്റെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, ഇവിടെ ഈ പുറത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും വെളിച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് മാനുഫാക്ചേഴ്സ് നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം. അത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യാജ വെളിച്ചെണ്ണ വരുന്നത് ഏത് മാർഗമാണെന്നുള്ളത് കൂടി നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ വില ഇതുപോലെ ഇടിക്കുന്നതിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയെ ഇതുപോലെ ഡിഗ്രേഡ് ചെയ്യിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വെളിച്ചെണ്ണയുടെ മായമാണ്. ആ മായം ചേർക്കുന്ന ആ സംവിധാനത്തെ എന്താണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അത് ശക്തമായ രീതിയിൽ, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാനത് വളരെയധികം ചർച്ച ചെയ്തൊരു കാര്യമാണ്. നിങ്ങളുടെ അസോസിയേഷൻ ചർച്ച നടത്തിയിരുന്നതാണ്. ഇവിടെ പല സംഗതി സ്ഥലത്ത് എന്താ വെച്ചാൽ ഏറ്റവും മോശം പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്, മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ലൈസൻസ് ഉണ്ടാവും. ആ ലൈസൻസ് അവിടെ അവരുടെ ബ്രാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവർ പാക്ക് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് എത്ര ശതമാനം പാരഫിൻ ചേർക്കണം, അത്ര ശതമാനം പാരഫിൻ ചേർത്ത് വരുന്ന വെളിച്ചെണ്ണ ഇവിടെ ധാരാളമായിട്ട് ഒഴുകി ഇവിടെ കൊണ്ടുവന്ന് അത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന നിരവധി മാനുഫാക്ചേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പിന്നെ ഉത്പാദകരായിട്ടില്ല, പിന്നെ ഈ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന മില്ല് ഉടമകള് നാളികേരം സംഭരിക്കുന്ന സംവിധാനം അത് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അത് പക്ഷെ കൃഷിക്കാർക്ക് ന്യായമായ വില കിട്ടുക എന്നുള്ളതാണ്. അപ്പോ ഈ തമിഴ്നാട്ടിൽ നിന്നും കാങ്കയത്തു നിന്നും വില കുറവിന് കൊപ്ര കിട്ടുമ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണ ഉപേക്ഷിച്ചപ്പോ, കാരണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് നമ്മുടെയാണ്. കാരണം എണ്ണയുടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ 68% എണ്ണയുടെ കണ്ടന്റുള്ള ഒരു എണ്ണ നമ്മുടെ കേരളത്തിന്റെ നാളികേരാണ്. അപ്പോ പല മാനുഫാക്ചേഴ്സും ഇപ്പൊ പാരച്യൂട്ട് പോലുള്ള പിന്നെ വലിയ മാനുഫാക്ചേഴ്സും ഒക്കെ അവരതിന്റെ അരോമാറ്റിക് ആയിട്ട് അതിന്റെ അരോമ ഏറ്റവും കൂടുതലുള്ള വെളിച്ചെണ്ണ കേരളത്തിന്റെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇവിടുത്തെ കൊപ്ര അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിന്റെ കൊപ്രയാണ്. പക്ഷെ ഇവിടുത്തെ മാനുഫാക്ചേഴ്സ് അങ്ങനെ കൊപ്ര ഇവിടെ നാളികേരം ഇവിടെ നിന്ന് വാങ്ങി അവരിവിടെ തന്നെ ഉണക്കി ഇവിടെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ന്യായമായ വില കൊടുക്കുന്ന ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സംവിധാനം ഇൻഡസ്ട്രിയുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ സംവിധാനം എന്ന നിലയിലേക്ക് തന്നെ കണ്ട് അദ്ദേഹം അത് അങ്ങനെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് പ്രൊപ്പോസൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതാണ്. ഇപ്പൊ നിങ്ങൾ ആ പ്രൊപ്പോസൽ അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊപ്പോസൽ ഗവൺമെന്റ് ഗൗരവമായിട്ട് പരിഗണിച്ച് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും പച്ചത്തേങ്ങ വാങ്ങി കൊപ്രയാക്കി ഇവിടെ തന്നെ അത് ഉണക്കി ഇവിടെ നാളികേരത്തിലേക്ക് ആവശ്യമായ കൊപ്ര ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണെങ്കിൽ, ഇപ്പോഴും ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൊപ്ര ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നാളികേരം ഉണ്ടാക്കുന്ന സ്റ്റേറ്റുകളൊന്ന് കേരളം തന്നെയാണ്. അപ്പൊ കേരളത്തിലെ കൊപ്ര എവിടേക്ക് പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോകുന്നത് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിന്ന് നാളികേരം പിന്നെ കൊപ്ര വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മാനുഫാക്ചേഴ്സ് വരണം. അതല്ലാതെ കാങ്കയത്തുള്ള വെളിച്ചെണ്ണ പാരഫിൻ ചേർത്ത് വെളിച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണെങ്കിൽ അതൊന്നും ഇവിടുത്തെ പിന്നെ വ്യവസായത്തെയും ഇവിടുത്തെ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ശരി, ശ്രീ സജി മണിമല, താങ്കൾക്ക് മറുപടി പറയാം. അതായത് ഇവിടെ ആരാണ് ഈ റീപാക്ക് ചെയ്ത് ചെയ്യുന്നതെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് അറിയാം, എല്ലാവർക്കും അറിയാം. അവരെ തടയിടേണ്ട ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ തന്നെയാണ്. അവരുടെ നെല്ലപ്പോക്ക് നയം ഒക്കം തൂങ്ങി നയം കൊണ്ട് തന്നെയാണ്. പക്ഷേ ശരിയായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നാട്ടിലെ തേങ്ങ വാങ്ങി കൊപ്രയാക്കി ട്രാലി കൊണ്ട് സെറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലുള്ള കാസർഗോഡ്, തൃശ്ശൂർ വരെ അവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന പല സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ആ ആളുകളെ കണ്ടെത്തുകയും അത് വിപണിയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നുവെച്ചാൽ അവരുടെ വെളിച്ചെണ്ണ ഇപ്പോൾ 250 രൂപ താഴെ വില. ഹോൾസെയിൽ വിപണിയിൽ ഇന്ന് അവരുടെ വില ഞങ്ങൾക്ക് ഇന്ന് 295 മുതൽ 300, 310 വരെയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വില. അതിന് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് മുതലാവും. പക്ഷെ അവിടെ ഞങ്ങളെ തോൽപ്പിക്കാൻ നിൽക്കുന്നത് 225 രൂപ. അവർ പാരഫിൻ ചേർത്തേക്കാൻ കൂടുതൽ റിഫൈൻഡ് സോൾവെന്റ് ചെയ്ത എണ്ണ, പിണ്ണാക്കി നിൽക്കുന്ന എണ്ണയെല്ലാം മിക്സ് ചെയ്ത് അവർക്ക് കോമ്പിനേഷൻ ഉണ്ട്. ആ എണ്ണ വിപണിയിൽ എത്തുന്ന തടയാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കഴിയുന്നില്ല. അതിന് ശക്തമായ നിലപാട് ഗവൺമെന്റ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ സംഘടന മെമ്പർഷിപ്പ് പോലും കൊടുക്കുന്നില്ല. അവരെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നതാണ്. ഞങ്ങൾ ഓരോന്നിനെ പറ്റി ഞങ്ങൾ സാമ്പിൾ എടുത്ത് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സാമ്പിൾ എടുത്ത് ടെസ്റ്റിൽ ഓക്കെ ആകുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ഭക്ഷ്യസുരക്ഷാ ഡിപ്പാർട്ട്മെന്റാണ് നടപടി എടുക്കേണ്ടത്. ശ്രീ സജി മണിമല, താങ്കൾ ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞത് പാരഫിൻ കലർന്ന വെളിച്ചെണ്ണ അത്ര സാധാരണമല്ലെന്നാണ്. അതെ, നമുക്ക് പാരഫിൻ കലർന്ന വെളിച്ചെണ്ണ സാധാരണമല്ലെന്നല്ല പറഞ്ഞത്. ഈ വെളിച്ചെണ്ണ കട്ടയാകുന്നത് പിന്നെ പാരഫിൻ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ പാരഫിൻ കട്ടയാണ് -15 ഡിഗ്രി കട്ടയാണോ? അപ്പൊ ഞങ്ങളപ്പോൾ നല്ല വെളിച്ചെണ്ണ മില്ലിലെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ മാത്രമേ കട്ടയാവുള്ളൂ. പക്ഷെ ഞങ്ങളാണ് ആരോപണം വിചാരിക്കും പാരഫിൻ കലർന്ന വെളിച്ചെണ്ണ കട്ടയാകുന്നില്ല.
അതിനെതിരെ ആരോപണമില്ല. ഞങ്ങളപ്പോൾ നല്ല മില്ലുകാരെ വെളിച്ചെണ്ണയാണ് എന്ത് ചെയ്യുന്നത്. ഇതിനു മുമ്പ് കോടതി തന്നെ ഒരു കക്ഷി ശിക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇപ്പൊ ഒരു മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റില് ഒരു 300 രൂപയുടെ നല്ല വെളിച്ചെണ്ണയും പാരഫിൻ ചേർത്ത് വെളിച്ചെണ്ണ 250 രൂപയ്ക്കാണെങ്കിൽ എല്ലാവരും 250 രൂപ വെളിച്ചെണ്ണ മേടിച്ചോണ്ട് പോകും. ആ 250 രൂപ വെളിച്ചെണ്ണ വിൽക്കുന്ന കടക്കാർക്ക് അവര് മാർജിൻ കൂടുതൽ കൊടുക്കും. അപ്പൊ കടക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഏതാണ്? ശരിയാണ്. അവര് നോക്കുമ്പോ മെഴുകാണ്. ഞാൻ അവരോട് വെല്ലു വിളിച്ചെന്ന് പറയാറുണ്ട്, ഞങ്ങളെ സംഘടനയെ പറ്റി ഒരാളുടെ വിളിച്ചാൽ നിങ്ങൾ മെഴുക് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ തരും. നിങ്ങൾ എവിടെ പോയി ടെസ്റ്റ് ചെയ്തോ, ഞങ്ങൾ സംഘടനയെ പറ്റി ഒരാളുടെ എണ്ണയിൽ പാരഫിൻ തെളിയിച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ തരും. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങള് വെളിച്ചെണ്ണ കട്ടയാവും, നല്ല വെളിച്ചെണ്ണ കട്ടയായേ പറ്റൂ. ശരി, ശ്രീ അലക്സ് ഒഴികയിൽ സർക്കാർ ഒട്ടേറെ പദ്ധതികൾ നാളികേര കർഷകർക്ക് വേണ്ടി നടപ്പാക്കുന്നുണ്ട്, സബ്സിഡികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫലപ്രദമായി കർഷകരിലേക്ക് എത്തുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? പദ്ധതികൾക്ക് പറഞ്ഞൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ, പദ്ധതികൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം പ്രായോഗികമായിട്ട് ഇതൊരു എന്താ പറയാ, കർഷകന് ആത്യന്തികമായിട്ട് ഗുണകരമായ രീതിയിലേക്ക് മാറുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ്, ഇപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ FPO അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ഒരു FPO കമ്പനിയുടെ ചെയർമാനാണ് എന്ന് പറഞ്ഞു. അതുപോലെ FPCകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ചെക്കിട്ടവാറ പഞ്ചായത്തിൽ, എന്റെ തൊട്ടടുത്ത പഞ്ചായത്താണ്, അവിടെ പേരാമ്പ്ര കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന പേരിൽ, അത് ഇടതുപക്ഷം തന്നെ ലീഡ് ചെയ്യുന്നതാണ് എന്റെ ഒരു ഓർമ്മ. അവിടെ 20 കോടി രൂപയുടെ ഒരു ഫാക്ടറി ചക്കിട്ടപ്പാറയിൽ പണിതിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് 3 തവണ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതൊരു 1 ലിറ്റർ വെളിച്ചെണ്ണ പോലും ഉത്പാദിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഫണ്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ ഫണ്ടുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ പല കാരണങ്ങൾ, എനിക്കറിയില്ല എന്താ കാരണം. ഒരുപക്ഷെ പഴയ മന്ത്രി എന്ന നിലയിൽ സുനിൽകുമാർ അതിനെപ്പറ്റി കൂടുതൽ ധാരണയുണ്ടാവും. ഫണ്ട് വരുന്നുണ്ട്, ഫാക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാനവിടെ പേരാമ്പ്രത്തെ പോയ ഒരാളാണ്. അവര് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനത് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പല ആളുകൾ സംസാരിച്ചാണ്. ഞാൻ പറയും ചെറിയ സംരംഭങ്ങളാണ് വേണ്ടത്. കാരണം അവർക്ക് പിന്നെ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ലിക്വിഡും പണി അവർക്ക് ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ടു, വലിയൊരു ഫാക്ടറി ഉണ്ടാക്കിയിട്ടു. അപ്പൊ ഇതിനൊക്കെ അപ്പോഴാണ് ഞങ്ങൾ ഒരു പുതിയൊരു സംരംഭം കൊണ്ടുവന്നത്. അതായത് ഇവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസിനൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തു നോക്കി. അതിപ്പോ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അവര് 20 കോടിയോ മറ്റോ, 20 7 12 കോടി രൂപ ചെലവാക്കിയാണ്. അതൊക്കെ ലോണാണ്, ഗവൺമെന്റിന്റെ അല്ല, പിന്നെ പല തരത്തിൽ ലോൺ എടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് കാര്യം വെച്ചാൽ അവരുടെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെ പ്രൊഡക്ഷൻ മോശമായതുകൊണ്ടല്ല, അവർക്ക് പല പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരുപാട്, അതേ സമയത്ത് തന്നെ അലക്സ് ഒരു കാര്യമുണ്ട്, നിരവധി സംരംഭങ്ങള്, ചെറുകിട സംരംഭങ്ങൾ, വളരെ സക്സസ്ഫുൾ ആയി നടക്കുന്ന ഒട്ടനവധി സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ ഫെയിലിയർ ആയിട്ടുള്ള സംരംഭങ്ങൾ ഉള്ളതുപോലെ തന്നെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നമ്മുടെ ഇതിലുണ്ട്. അപ്പൊ ഒരേ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം എനിക്ക് അറിയാവുന്നത് പറഞ്ഞാണ്. ശരി, ശ്രീ അലക്സ് ഒഴികയിൽ ആ തരത്തിൽ ഒരു ആഗോള തരത്തിൽ മത്സരിക്കുന്നതിന് കേരളത്തിലെ നാളികേര വ്യവസായത്തെ ഏതെല്ലാം തരത്തിൽ ആധുനികവൽക്കരിക്കാൻ കഴിയും? ഒന്നാമത്തെ കാര്യം പ്രൊഡക്ഷന്റെ കാര്യം തന്നെ. നമ്മുടെ പ്രൊഡക്ഷൻ ശരാശരി 60 തേങ്ങയാണ് ഒരു തെങ്ങിൽ നിന്നുള്ള ഒരു വാർഷിക ശരാശരി പ്രൊഡക്ഷൻ. കർണാടകയിൽ 100-നൊക്കെ മുകളിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് പ്രൊഡക്ഷൻ കൂട്ടണം, അതിൽ യാതൊരു സംശയമില്ല. അതിന് തന്നെ ഇപ്പൊ റീപ്ലാന്റ്, ഇപ്പൊ പഴയ മന്ത്രി അദ്ദേഹം പറഞ്ഞു, ഓൾറെഡി നമ്മുടെ പഴയ തെങ്ങുകളാണ് ഞങ്ങളുടെ ഏരിയയിൽ 1962 എന്റെ വല്യപ്പം വെച്ച തെങ്ങാണ്. ഒരു കുഴപ്പമില്ലാത്ത തേങ്ങ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറഞ്ഞൊന്നും തരാത്തതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ കാലാവധി ഏകദേശം കഴിഞ്ഞു. അപ്പൊ അത്രയും പ്രായമായ തെങ്ങുകളൊക്കെ റീപ്ലാന്റ് ചെയ്തേ പറ്റൂ. അത് നല്ല ഇനം കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ റീപ്ലാന്റ് ചെയ്യുക, പിന്നെ പണിയെടുക്കുക. വില സ്ഥിരത തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. വില ഉണ്ടെങ്കിൽ കർഷകർ ചെയ്യും, ഒരു സംശയം വേണ്ട. ശരി, ശ്രീ സുനിൽകുമാർ, സഹകരണ കൃഷി മാതൃകകളിൽ നിന്ന് കേരളത്തിലെ നാളികേര കർഷകർക്ക് എന്ത് ഉൾക്കൊള്ളാൻ കഴിയും? അല്ല, ഈ സഹകരണ കൃഷി ഇപ്പൊ നമ്മള് പാടശേഖരങ്ങളിൽ കൂട്ടുകൃഷി സമ്പ്രദായം പോലെ നമ്മളൊരു പരിപാടി ആരംഭിച്ചാണ് കേരഗ്രാമം പദ്ധതി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ കോൾമേഖലയിലൊക്കെ ഒരു പ്രത്യേകത നെൽകൃഷി എന്ന് പറഞ്ഞാല് അവിടെ ഒരു 10,000 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് വിത്ത് പതയ്ക്കും, ഒരേ സമയത്ത് അവര് പിന്നെ വളമിടും, ഒരേ സമയത്ത് അതിന്റെ കൊയ്ത്ത് കണക്കും. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് ഒരു കൂട്ട് സമ്പ്രദായമാണ്. ഒരാൾക്കും ഒരു കൃഷിക്കാരൻ എന്റെ ഒരു ഏക്കർ സ്ഥലം മാത്രമായിട്ടുള്ള കൃഷിയല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ഒരു പഞ്ചായത്തിലും എത്ര തെങ്ങുണ്ട്, ആ തെങ്ങിന് വേണ്ടി വരുന്ന പരിപാലനം എങ്ങനെ നടത്തണം,
അതുപോലെ തന്നെ അതിന് രോഗ പരിപാലനം തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ചെമ്പൻ ചെല്ലി കൊമ്പൻ ചെല്ലിയെ തടയാൻ എന്തൊക്കെ ചെയ്യണം, അതിനുണ്ടാകുന്ന നാളികേരം സംഭരിക്കാനും ഒക്കെ എന്തൊക്കെ സംവിധാനം, ഇങ്ങനെ ഒരു സമഗ്രമായ ഒരു പരിപാടിയോ നമ്മൾ ചെറിയ ചെറിയ മേഖലയെ തിരിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടുകൽ സമ്പ്രദായത്തെ പറ്റിയാണ് നമ്മൾ കേര ഗ്രാമ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. കുറേയേറെ ഗ്രാമങ്ങളിൽ നമ്മൾ നടപ്പാക്കിയത് വളരെ സക്സസ് ആയിരുന്നു. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അവിടെയെല്ലാം പുതിയ തെങ്ങുകൾ വെക്കുന്ന പദ്ധതി അതിനകത്തുണ്ട്. ഈ 3 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഉത്പാദനത്തിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്ര ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും, അങ്ങനെ ഒരു തെങ്ങിൽ നിന്നും 60 നാളികേരാണെങ്കിൽ 110 140 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ എന്താണ് മാർഗം, ഇങ്ങനെയുള്ള ആധുനിക കൃഷി രീതികളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ കേര ഗ്രാമം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. ആ മാതൃകയിൽ നമ്മുടെ കേരളത്തെ മൊത്തത്തിലൊരു കേര ഗ്രാമമാക്കി എടുത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയൊരു പദ്ധതി. ഒരു 10 കൊല്ലം കൊണ്ട് 2029 ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ ഒരു 2-3 കോടി പുതിയ തെങ്ങിൻ തൈകൾ അത് ഉത്പാദനക്ഷമമായ തെങ്ങുണ്ടാക്കുകയും ഇപ്പോൾ 6900 എന്നുള്ള ഉത്പാദനക്ഷമത ഒരു 10,000-ലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പരിപാടി. അന്ന് കോക്കനട്ട് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന കൃഷിമന്ത്രി ചെയർമാനായിട്ടുള്ള വിദഗ്ധന്മാരും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ റിസർച്ച് ഏജൻസികളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു സമിതി ഉണ്ടാക്കുകയും സമഗ്രമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു 100 തെങ്ങ് വെക്കുമ്പോൾ WCT വെസ്റ്റ് കോസ്റ്റ് ടോൾ 60 20% പിന്നെ ഡാർഫ് വെറൈറ്റി ഉണ്ടായിരിക്കണം, 20% ഹൈ ഈൽഡ് വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടായിരിക്കണം. അത് കരിക്കിന് വേണ്ടി എത്രയായിരിക്കണം, എണ്ണയ്ക്ക് വേണ്ടി എത്രയായിരിക്കണം എന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ കാലത്ത് തെങ്ങിപ്പോഴും പ്രൊഡക്ഷൻ തരുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോളാണ്. അതാണ് ഈ കുറ്റിയടി എന്നൊക്കെ പറയുന്ന അവരുടെ മേലെ തെങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ പല ആൾക്കാരും പറയും ഉയരം കൂടി തെങ്ങ് വേണ്ട, ഉയരം കൂടി തെങ്ങ് വേണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ അപകടമായിരിക്കും. അതുകൊണ്ടാണ് 60% ഉയരം കൂടി തെങ്ങ് തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ ആ രീതിയിൽ സമഗ്രമായ ഒരു പഠനം നടത്തിയിട്ടുള്ള, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ണിന്റെ പരിപാലനം സസ്യപരിപാലനം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വലിയൊരു പദ്ധതി ഈ നമ്മുടെ കേരള ഗവൺമെന്റ് കയ്യിൽ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാടി വളരെ വിജയകരമായി നടപ്പാക്കണമെങ്കിലാണ് ഞാൻ ഈ നേരത്തെ അലക്സ് അതുകൊണ്ടാണ് പറഞ്ഞ ഒരു കുറച്ച് പൈസ അതിനുവേണ്ടി ഗവൺമെന്റ് അതിന്റെ വാല്യൂഡേഷൻ അടക്കമുള്ള മേഖലയിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു തെങ്ങിന്റെ ഉത്പാദനക്ഷമതയും വർദ്ധിക്കുന്നതോടൊപ്പം കൃഷിക്കാരന് ഒരു തെങ്ങ് നാളികേരം ഉത്പാദിപ്പിച്ചാൽ അവൻ ഉത്പാദിപ്പിക്കേണ്ടി വരുന്ന ചെലവിനെ അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ന്യായമായ വരുമാനം കിട്ടുന്ന ഒരു വില അവന് കിട്ടുന്ന ഉറപ്പാക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തേ പറ്റൂ. അങ്ങനെ ഒരു സമഗ്രമായ ഒരു പദ്ധതി നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രോപ്പ് എന്ന് പറയുന്നത് റബ്ബറൊന്നുമില്ല, നമ്മുടെ നാളികേരമാണ്. ആ നാളികേരത്തിന്റെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതാണ് നമ്മുടെ നാളികേര വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയത് പ്രത്യേകമായ ഒരു പദ്ധതിയായിരുന്നു. കേരളം സമൃദ്ധ കേരളം എന്ന് പറയുന്ന പദ്ധതിയാണ് അതിന്റെ പേര്. അതിലിതെല്ലാം ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള സമഗ്രമായ റിപ്പോർട്ടും അത് നടപ്പാക്കുന്ന ഒരു ആക്ഷൻ പ്ലാനോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി സംസ്ഥാന ഗവൺമെന്റ് 2ാം ഘട്ടത്തിൽ വന്നപ്പോൾ അതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് ചില ഡിലേ ഉണ്ടായിട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ പദ്ധതി ശരിക്കും ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആക്കി എടുത്ത് ഒരു 1000-2000 കോടി അതിന് വേണ്ടി പ്രത്യേകം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നന്നായി റൺ ചെയ്താൽ എനിക്ക് 100% ഉറപ്പാണ് നമ്മുടെ കേരളത്തിന്റെ നാളികേരത്തിന്റെ ഉത്പാദനക്ഷമത വർദ്ധിക്കും, ഉത്പാദനം വർദ്ധിക്കും, ഇവിടെ നാളികേര കൃഷി ലാഭകരമാകും, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യും. ഇൻഡസ്ട്രി കൂടി കണക്ട് ചെയ്ത് വേണ്ടത് ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായും വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നാളികേര കർഷകർ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. വിളവ് കുറയുന്നതും ഉയർന്ന ചെലവുകളും മുതൽ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ വരെ ഇറക്കുമതിയിൽ നിന്നുള്ള മത്സരം വരെ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മെച്ചപ്പെട്ട സബ്സിഡിയും സാങ്കേതിക പിന്തുണയും അടക്കമുള്ള സർക്കാർ ഇടപെടൽ ഈ മേഖലയിൽ അത്യന്താപേക്ഷിതമാണ്. ഉൽപാദനക്ഷമതയും ലാഭക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ന്യായമായ വിലനിർണ്ണയം, ആധുനിക കൃഷി രീതികൾ, സാമ്പത്തിക സഹായം എന്നിവ കർഷകർക്ക് നേരിട്ട് ലഭിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ നാളികേര മേഖലയ്ക്ക് അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനും സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഘടകമായി തുടരാനും കഴിയണം. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സുനിൽകുമാർ, ശ്രീ സജി മണിമല, ശ്രീ അലക്സ് ഒഴികയിൽ നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.